ഹായ്, അളിയൻസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അളിയൻസ് കിച്ചണിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് വീട് വിട്ട് വന്ന് നിൽക്കുന്ന ബാച്ചിലേഴ്സ്, എക്സ്പെഷ്യലി ഈ ഗൾഫ് അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഹോസ്റ്റൽ വേറെ സ്ഥലങ്ങളിൽ പോയി ജോലി ആവശ്യത്തിനായി പോകുന്നവർ അല്ലെങ്കിൽ മാറി നിൽക്കുന്നവർ, ഇവർക്കൊക്കെ കുറേ നാൾ പുറത്ത് ആഹാരം കഴിക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ മെല്ലെ അസിഡിറ്റി പ്രോബ്ലം, ഗ്യാസ്ട്രിക്ക്, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങും. പിന്നെ വയറ് കേടാവും, പിന്നെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർക്കൊക്കെ വളരെ പെട്ടെന്ന് എത്രയും അധികം സമയം ചിലവഴിക്കാൻ പറ്റാണ്ട് സ്വന്തമായിട്ട് ആഹാരം വെച്ച് കഴിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടാകും. പക്ഷെ വെച്ച് കഴിക്കാനുള്ള സാഹചര്യം വളരെ കുറവായത് കാരണവും സമയമില്ലാത്ത കാരണവും മടി കാരണവും വെക്കാണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് കുക്കിംഗ് ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോസ് നോക്കി ഓരോ സാധനങ്ങൾ വളരെ പെട്ടെന്ന് നല്ല സ്വാദോടെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കി പഠിച്ച് സ്വന്തമായി പരീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ നാടൻ കൊഴുക്കട്ട. വൈകുന്നേരം ചായ കുടിക്കാൻ സമയമാകുമ്പോൾ, ചായ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു കടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ ഫോൺ ചെയ്ത് പുറത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഹോം ഡെലിവറി ചിലപ്പോൾ 1-2 സ്നാക്സ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 30 മിനിറ്റ്സ് ആവും. ആ സമയം കൊണ്ട് നമുക്ക് ചായ കുടിക്കണമെന്ന് തോന്നും. അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് വേണമെന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കൊഴുക്കട്ട. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൊഴുക്കട്ട പല രീതിയിൽ ഉണ്ടാക്കാം, പല വീഡിയോസ് മേ ബി ഉണ്ടാക്കാം, കുറേ സമയം എടുത്ത് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ശരിക്കും നല്ലൊരു കുക്കൊന്നുമല്ല. ഞാൻ നിങ്ങൾ എല്ലാവരെയും പോലെ ഒരു ബാച്ചിലറായിട്ട് ഗൾഫിൽ വന്നു, കുക്ക് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. സ്വന്തമായിട്ട് ഒരു ചേട്ടൻ്റെ കൂടെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ചേട്ടൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് അറിയത്തില്ല എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ആ ചേട്ടൻ എന്നെ ഒഴിവാക്കി. അപ്പോൾ സ്വന്തമായിട്ട് വെച്ച് തുടങ്ങിയപ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ആഹാരം വെച്ചത് കഴിക്കാൻ പറ്റാണ്ട് എടുത്ത് കളയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനത് പലരോടും ചോദിക്കുകയും വീട്ടിൽ വിളിച്ച് അമ്മേനോട് ചോദിക്കുക, അങ്ങനെയൊക്കെ പലരോടും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്നത് അത് ഇത് ചെയ്യ്, കുറേ കട്ട് ചെയ്യ്, വളരെ ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കണക്കിനാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്, ആൾക്കാരിൽ നിന്ന് അഡ്വൈസ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ അതൊക്കെ ചെയ്ത് പഠിച്ചു. പിന്നെ എൻ്റെ ഒരു ഇതിൽ കൂടെ അതിൽ ഏതൊക്കെ രീതിയിൽ എളുപ്പമാക്കി ഈസി ആയിട്ട് ഓരോന്ന് ചെയ്യാമെന്നുള്ളത് ഞാൻ സ്വയം കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് ഇറങ്ങാല്ലേ. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കൊഴുക്കട്ട. ഓക്കെ, തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഈ കുക്കിങ്ങിന് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, കുക്കിങ്ങിന് ആവശ്യമുള്ള നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനാവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം എടുത്ത് ഒരിടത്ത് വെക്കുക. നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിന് വളരെ അടുത്തായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഒരു സാധനവും ഇടാൻ മറന്നു പോകത്തില്ല. അത് കാണുമ്പോൾ ചേർക്കേണ്ട സമയമാകുമ്പോൾ നമുക്കത് ഓർമ്മ വരും, അത് കാണുമ്പോൾ ഓർമ്മ വരും, അത് നമ്മളത് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കൊഴുക്കട്ടയ്ക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ തിരികിയത്, പിന്നെ അരി പൗഡർ, റൈസ് പൗഡർ വളരെ നല്ലോണം പൊടിച്ച റൈസ് പൗഡറാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പത്തിരിക്ക് വേണ്ടി പൊടിച്ച പത്തിരിപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇടിയപ്പം പൊടിയോ എന്തെങ്കിലും വാങ്ങുക. പിന്നെ കുറച്ച് ബ്രൗൺ ഷുഗർ പൗഡർ വാങ്ങുക. അപ്പോൾ വീണ്ടും നമുക്ക് കാച്ചി എടുക്കേണ്ട ഇതൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ടാണ് ഓരോന്നും ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കടയിൽ നിന്ന് അവൈലബിൾ ഉള്ളത് നമുക്ക് മാക്സിമം സൂട്ടാവുന്ന സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിൽ വയ്ക്കുക. ബ്രൗൺ ഷുഗർ പൊടി, പിന്നെ കുറച്ച് ജീരകം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കുക. കുക്കറിൽ വളരെ കുറച്ചെന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇതായി പോകാണ്ടിരിക്കാൻ, അതായത് ബോയിലായി ഫുൾ വെള്ളം തീർന്നു പോകാണ്ടിരിക്കാൻ കണക്കിനുള്ള വെള്ളം വയ്ക്കുക. ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരെണ്ണം ആഡ് ചെയ്യുക. ആ വെള്ളം പെട്ടെന്ന് ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള എടുത്ത് വയ്ക്കുക. ഓക്കെ, വെള്ളം അവിടെ ചൂടായിക്കോളും. നമുക്ക് ആ സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യാം പൊടി. ഓക്കെ, ആദ്യം പൊടി ബോളിലോട്ട് തട്ടുക. അതിൽ കുറച്ച്
ജീരകത്തിന് അളവൊന്നുമില്ല, കുറച്ച് കൂടിയാലും കുറഞ്ഞാലും നോ പ്രോബ്ലം. അപ്പം അതിനെക്കുറിച്ച് വലിയ ഒറിയിടൊന്നും ആവണ്ട. കുറച്ച് ജീരകം ആഡ് ചെയ്യുക. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. അതെങ്ങനെയാണ് അതിൻ്റെ പരുവം ഞാൻ പറഞ്ഞു തരാം, അതിനനുസരിച്ച് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, കൊഴുക്കട്ടേൻ്റെ മാവ് ശരിയായിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രീതിക്ക് വേണം ചെയ്യാനായിട്ട്. അതായത് നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ ഒട്ടാത്ത രീതി. മാവ് കുഴക്കാൻ അധികം സമയമൊന്നും വേണ്ട. പിന്നെ എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഈ രീതിക്ക് മാവ് കുഴച്ച് വയ്ക്കുക. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്യുക. പക്ഷെ അത് പെട്ടെന്ന് മിക്സ് ആകും. അരി പൗഡർ ആയതുകൊണ്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. ഓക്കെ, ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്യുക. ഓക്കെ, തേങ്ങ ശർക്കര ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, നമുക്കിനി കൊഴുക്കട്ട ഉണ്ടാക്കാനായി തുടങ്ങാം. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പീരയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചെറിയൊരു പീസ് മാവ് കയ്യിലെടുക്കുക. ഒരു അടുത്ത കയ്യിൽ വെച്ച് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്ത്. ഓക്കെ, അതിൽ കുറച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പീര സെൻറ്ററിൽ വെച്ചിട്ട് അതിനെ ഒന്ന് കവർ ചെയ്യുക. 4 സൈഡിൽ നിന്ന് അതിനെ ഒരു ബോൾ പോലെ ആക്കിയെടുക്കുക. ഓക്കെ, ഈ ബോൾ പോലെ ആക്കിയെടുക്കുമ്പോൾ കൊഴുക്കട്ടേൻ്റെ ഷേപ്പ് വന്നില്ല എന്ന് പറഞ്ഞാൽ വിഷമമൊന്നും വിചാരിക്കേണ്ട. കൊഴുക്കട്ട ഏത് ഷേപ്പായിരുന്നാലും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. അത് ഏത് ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ, ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ ഉരുട്ടിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ കൊഴുക്കട്ട ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. കൊഴുക്കട്ട ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉള്ളിൽ ഞാൻ സ്റ്റഫ് വെച്ചിട്ടുണ്ട്, വെള്ളവും തിളച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കുക. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നിനോടൊന്ന് ഒട്ടാണ്ട് കുറച്ച് മാറ്റി വെക്കുക. ഓക്കെ, ഇതിനി അടച്ച് വെച്ച്, ഞാനിപ്പോൾ ഇഡ്ഡലി കുക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കറില്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും പാത്രമൊക്കെ യൂസ് ചെയ്യാം. സാധാ കുക്കർ, പ്രഷർ കുക്കറൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൊഴുക്കട്ട അവസ്ഥ എന്താണെന്ന് നോക്കാം. വാവ്, നല്ലോണം വെന്തിട്ടുണ്ട്. ആ മാവിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാവ് ആദ്യം വെള്ള കളറായിരുന്നു വെക്കുമ്പോൾ. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഫുള്ള് ചേഞ്ചായി വേകുമ്പോൾ കിട്ടുന്ന കളറിൻ്റെ ആ സെയിം കളറിലോട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് കഴിക്കാനുള്ള ഇതായി. നമുക്കിതിനി ഒരു പാത്രത്തോട്ട് നമുക്ക് മാറ്റി നമുക്ക് കഴിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയി, ഞാനും ശരിക്കും മറന്നുപോയതാണ്. മാവ് കുഴയ്ക്കുമ്പോൾ ഒരു അല്പം സാൾട്ട് കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാവിന്, സ്റ്റഫിനല്ല മാവിന് കുറച്ചുകൂടെ ഒരു രുചി കിട്ടുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, വളരെ ഈസിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത പുതിയൊരു ഐറ്റവുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ ഈസി കുക്കിംഗ് ആഗ്രഹിക്കുന്ന എല്ലാവരും എൻ്റെ അളിയൻസ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.